സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ. എന്താണ് എല്ലാവരെയും വർത്താനം, സുഖമല്ലേ? ഞാൻ അങ്ങനെ ഒരു ഞായറാഴ്ച വിശേഷങ്ങളുമായി, ഞായറാഴ്ച വ്ളോഗുമായി വന്നിരിക്കുകയാണ്. എന്താ പറഞ്ഞു തുടങ്ങുക? അതായത് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ മനോഹരമായിട്ടുള്ള വൈഫ് ഹൗസിലാണ്. അതായത് ഇന്ന് ഞായറാഴ്ചയാണല്ലോ, കുട്ടികൾക്കൊക്കെ നമ്മൾ മദ്രസയിൽ റേഞ്ച് എന്ന സംഭവം ഉണ്ടല്ലോ, മദ്രസ ഉണ്ടാവില്ലല്ലോ, ലീവല്ലേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഒരു ദിവസം നിൽക്കുക എഴുതി ഓരോ നില കൊണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മായിമ്മ ഇനി ഏതായാലും ഇന്ന് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് നിന്നാണ്. അപ്പോൾ രാവിലെ അങ്ങനെ എണീച്ച് നമ്മളിങ്ങനെ പല്ലൊക്കെ തേച്ച് മൊത്തത്തിൽ നമ്മളെ സ്വന്തം സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ വൈഫ് ഹൗസിൽ ഒരു പഴയ തറവാട്ടിലാണ്. അപ്പോൾ സ്ഥലമൊക്കെ ഇതൊക്കെ വലുതാണ്, പക്ഷെ പെരയിലൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ല. അമ്മൂസൊക്കെ പറഞ്ഞപ്പെട്ടിട്ട് കുറേ കാലം അയക്കണം. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തും അമ്മൂസൊക്കെ അല്ല, ശരിക്കും ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു 10 വർഷമൊക്കെ അയക്കണം. അപ്പോൾ സാധാരണക്കാരനിൽ സാധാരണക്കാരായ നമ്മളെപ്പോലെ തന്നെ നമ്മളെ പലരെയും പോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ നമ്മളെ കുഞ്ഞോളെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ തന്നെ ഞാനിങ്ങനെ നടക്കാനിങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏതായാലും ചായ കുടിച്ചതെന്ന് പറഞ്ഞാൽ നല്ല പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ കുടിച്ചിട്ട് ഇനി ഇമ്മ പറഞ്ഞേക്കുള്ളൂ. പിന്നെന്താ പറയുക, ഇന്നിപ്പോൾ മിസ്സായത് എന്താ വെച്ചാൽ നമ്മൾ അർജൻറ്റീനയുടെ കളിയാണ്. അത് ഭയങ്കരമായിട്ട് മിസ്സായി. 6:30 ഇനിയിപ്പോൾ ഏതായാലും ഞാൻ പോവാണ്. ചായ കുടിച്ചിട്ടില്ല, ചായ കുടിച്ചാൽ പോകണം. ഇതാണ് നമ്മളെ ഇടയാറ്റൂർ, അതായത് നമ്മളെ പാണ്ടിക്കാട് എല്ലാവർക്കും അറിയാം ഏകദേശം. പാണ്ടിക്കാട്ടിൽ നിന്ന് നേരെ KK പാണ്ടിക്കാട് എന്ന സ്ഥലത്ത് വന്ന് അവിടുന്ന് നേരെ ഉള്ളിലോട്ട് ഒരു 3-4 കിലോമീറ്റർ വന്ന ഇടയാറ്റൂർ പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ സ്വന്തം വൈഫ് ഹൗസ് ഉള്ളത്. രാവിലത്തെ പ്രഭാത കാഴ്ചകൾ ഇങ്ങനെ ആ പക്ഷികളുടെ ശബ്ദവും ആ എന്താ പറയുക കിളികളുടെ ശബ്ദവും അതൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ കേട്ടാണ് ഇങ്ങനെ രാവിലെ എണീച്ചിങ്ങനെ വരുന്നുള്ള ആൾക്കാരൊക്കെ. ഏതായാലും അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഞായറാഴ്ച വ്ളോഗിലേക്ക് സ്വാഗതം. പിന്നെ വേറെ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നല്ലോ. ഏതായാലും ആ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ചായ കുടിച്ചിട്ട് നേരെ നാട്ടിൽ തിരിക്കണം. ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പൊതുവെ ഞാൻ എനിക്ക് വേണ്ടിയൊരു ദിവസം എടുക്കലാണ്. സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരാഴ്ച, അതായത് ആഴ്ച അല്ല, നമ്മൾ ഡെയിലി പണിക്കുമല്ലേ, ഒരു ദിവസം നമുക്കായിട്ട് മാറ്റിവെക്കണം. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. പറയുമ്പോൾ ഒരു ദിവസം പോയിട്ടില്ലെങ്കിൽ പണി പാളുന്ന സംഗതിയാണ്, മീൻസ് മണി പ്രോബ്ലം. അപ്പോൾ പക്ഷെ ഞായറാഴ്ച ഉച്ച വരെ ഓടലുണ്ട്. പക്ഷെ ഇപ്പം ഇങ്ങനെ നിങ്ങളെ സപ്പോർട്ട് കാരണം ഞാൻ യൂട്യൂബിൽ വ്ളോഗ് എടുക്കൽ തുടങ്ങിയപ്പോൾ ഞായറാഴ്ച ഞാൻ യൂട്യൂബ് വ്ളോഗിനായിട്ടാണ് മാറ്റും. അല്ലെങ്കിൽ ഓട്ടോ ഇതുപാടാകുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഇൻസ്റ്റയിലാണ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ കഴിഞ്ഞ വ്ളോഗിനൊക്കെ എത്രത്തോളം വ്ളോഗിൽ റീച്ച്, മീൻസ് വൺ റീച്ചല്ല, റീച്ചൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഞായറാഴ്ച നമ്മൾ വ്ളോഗിനായിട്ട് മാറ്റിച്ച്. അപ്പോൾ അതായത് നിങ്ങൾ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി പോകണില്ല. ഞാനിങ്ങനെ നമ്മളെ വൈഫ് ഹൗസിൽ നിന്ന് ചായ കുടിച്ച് നേരെ നാട്ടിൽ തിരിക്കും. പിന്നെ ഇന്ന് ചിലപ്പോൾ കുറച്ച് നേരം ഓടാൻ പോകണം. ഇല്ലെങ്കിൽ എന്താ പറയുക, ശരിക്കും ഇപ്പോൾ ഇത് മിസ്സായത് അർജൻറ്റീനയുടെ കളിയാണ്. ഞാൻ അപ്പോൾ അതാ ആലോചിച്ചത്. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പൊതുവേ എന്നെ പരിചയപ്പെടുത്താൻ എൻ്റെ ഫാമിലി, എൻ്റെ കുട്ടികൾ, എൻ്റെ നാട്, എൻ്റെ പരിസരം, എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയാൻ കുറേ സുഹൃത്തുക്കളൊന്നുമില്ല, നമ്മളെ ചങ്ങാനെ പരിചയപ്പെടുത്തരാ, കൂടുതൽ ഉമ്മാനത്ത് പോകണം, തറവാട്ട് പോകണം, അങ്ങനെ മൊത്തത്തിൽ നിന്നൊരു വിശേഷങ്ങളുമായിട്ടൊരു വ്ളോഗാണ്. ഇൻഷാ അല്ലാഹ് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അതായത് കുറേ ആൾക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ ഒന്നും കരുതണ്ട കേട്ടോ. കുറച്ച് ആൾക്കാർ, 4-5 ആൾക്കാരൊക്കെ മെസ്സേജ് ആയാലും പിന്നെ നമ്മളെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. കാക്ക നിങ്ങൾ പറയും കാക്ക, അല്ലെങ്കിൽ കാക്ക പിന്നെ കാക്ക നിങ്ങൾ കാക്കല്ല പൊന്നൊരു ചെങ്ങന്മാരെ. ചാകി 29 വയസ്സായിട്ടുള്ളത്, 29. അപ്പോൾ ഈ സെപ്റ്റംബർക്ക് 30 ആവും. അപ്പോൾ അങ്ങനെ തന്നെ അല്ലേ? അതായത് വളരെ നേരത്തെ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നേരത്തെ അതങ്ങനെ ചെറിയ ഒരു
പ്രേമൊക്കെ സ്കൂളിൽ പഠിച്ച ആളിനാണ്. എൻ്റെ കൂടെ പഠിച്ച ഞങ്ങളൊരു ക്ലാസ് പഠിച്ച ഒരാളിനെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് നമ്മളെ പേരൻ്റെ അവിടെ നിന്ന് ചോലക്കുളം മേലാറ്റൂരിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഇടയാറ്റൂർ ഒരു സ്ഥലത്ത് നിന്നാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ നേരത്തെ അങ്ങനെ കല്യാണം കഴിക്കേണ്ടി വന്നുകൊണ്ട് 3 മക്കൾ അൽഹംദുലില്ലാ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വീട് കുടുംബം അതൊക്കെ പെട്ടെന്നായി. പക്ഷേ അതിലൊക്കെ കുറേ കഥകളുണ്ട്, പറയണേ നീട്ടി വലിച്ച് പറയണേ. ഏതായാലും ഞാൻ പിന്നീട് ഒരിക്കലും ഇൻഷാ അല്ലാഹ് പറയാണ്ട്. അപ്പോൾ ഏതായാലും കുട്ടികളൊക്കെ നീച്ചിക്കണം, ചായ കുടിച്ച് വല്ല നാട്ടിലേക്ക് പോകണ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വന്നിരിക്കും. ഇവിടെ പെണ്ണി നീച്ചിക്കണ്. പിന്നെ നമ്മുടെ വൈഫ് ഹൗസ് കണ്ടിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? സംഭവം പെരപ്പണി അപ്പുറത്ത് നടക്കുന്നുണ്ട് അളിയൻ്റെ. ഇത് പറ്റ പഴയ തറവാട് വീടല്ലേ, ഒന്നും കാട്ടണ്ട എഴുതിയിട്ട് പിന്നെ പോലും ഇങ്ങനെ മഴക്കാണ്ട് ഷീറ്റൊക്കെ ഇട്ട് സംഭവം താൽക്കാലിക ആശ്വാസം കണ്ടെത്തിയതാണ്. ശരിക്കും ഇങ്ങനെ ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനീസ് ഒന്നും ഇല്ല. ആർക്കും ഇല്ല ഇന്നത്തെ കാലത്തുണ്ടോ? കാരണം പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് അതായത് ഒരു വീടൊക്കെ പഞ്ചായത്തിൽ എഴുതി കൊടുത്താൽ 4-5 ലക്ഷം ഉറുപ്പിക കിട്ടുന്ന കാലമാണ് ഇങ്ങനെ. അതായത് ഇങ്ങനെ മീൻസ് ഇങ്ങനെ അൽഹംദുലില്ലാ ജീവിതം അടിപൊളിയാണ്. മേലെ സീറ്റിട്ടുള്ള ഉള്ളിൽ പഴയ തറവാടിൻ്റെ ആ ഒരു തണുപ്പും ആ ഒരു ഉള്ളിലെ ആ റൂമുകളൊക്കെ എന്നും മനോഹരമാണ്. പിന്നെ കുഞ്ഞിപ്പാത്തുമ്മ നീച്ചിക്കണ്. കുഞ്ഞേ ചെറിയൊരു പനീൻ്റെ കോളുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ പനിയും ജലദോഷവും തലവേദനയും പള്ളവേദനയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വ്ളോഗിൻ്റെ സൗണ്ടാണെങ്കിൽ അർജൻറ്റീൻ്റെ അന്ന് ഒച്ചട്ടോ പോയത്. അപ്പം ഇപ്പോഴും ലെവലായിട്ടില്ല. അപ്പോൾ പാത്തുമാനെ കിട്ടിയപ്പോൾ വീണ്ടും 2 വാക്കുകൾ പറയാൻ ഇങ്ങനെ പോകുന്നതാണ്. കൂട്ടത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞുള്ളൂ. പിന്നെ നമ്മളെ ചെറുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ, രാവിലത്തെ കാര്യങ്ങൾ, മൊത്തത്തിലുള്ള കാര്യങ്ങൾ. ഇത് നമ്മളെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടൊന്നും ഈ സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങനെ ശരിക്കും ആശ്രയിക്കും മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ ആ ഒരു സുഖം. പഴയ കിണർ, മൊത്തത്തിൽ തറവാട് വീടുകളൊക്കെ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. ഫുള്ള് കൊട്ടാരക്ക് പോലത്തെ വീടുകളല്ലേ. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നതൊന്നും പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടുമോ എനിക്കറിയില്ല. പക്ഷെ അതുപോലെ കിട്ടില്ല. നഷ്ടപ്പെട്ടൊന്നും ചിലപ്പോൾ അതുപോലെ കിട്ടിക്കോളുന്നില്ല. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് കുഞ്ഞിപ്പാത്തും ഒച്ചയും ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞോളെ എന്നാ പെണ്ണിനെ പിടിച്ചാ, പെണ്ണിനെ പിടിച്ചടി പിന്നെ ടാറ്റാ ചാടിക്ക് പഴിച്ചിട്ടൊക്കെ പിടിച്ച സുബൈറ് ബാബക്കല് പോയത്. എനിക്ക് നേരത്തെ നീച്ചണം, ഒരു 6 മണിക്ക് നീച്ചിങ്ങനെ വണ്ടി എടുത്ത് പോകണം, അല്ലെങ്കിൽ അങ്ങാടിക്ക് ഇറങ്ങണം. പിന്നെ എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും അങ്ങനെയൊക്കെയാണ്, എന്താ പറയണ്ടേ കിട്ടണില്ല. അങ്ങനെ നേരത്തെ പറഞ്ഞ പത്തിരി റെഡി. അളിയൻ പള്ളിയേച്ച് വന്നു, സുഫിമോൻ പള്ളിയേച്ച് വന്നു. നിങ്ങൾക്ക് ടീമൊന്നുമില്ല? ഷാനുവാണ് ആ കളി കാണണല്ലേ? നമ്മളെ ടീമാണ് കൊണ്ട് ബ്രസീൽ. മതി ഞാൻ ഇട്ടോളാം. യെസ്, പ്രശ്നം വേണ്ട. അങ്ങനെ നല്ല പത്തിരിയും അതുപോലെ തന്നെ രസം മതി, കുറച്ച് നിങ്ങൾക്ക് കറി മതി. യെസ്, ഓക്കെ, താങ്ക് യു. അങ്ങനെ ചൂട് പത്തിരി ഇങ്ങനെ എടുത്ത്, ചൂട് കറി ഇങ്ങനെ എടുത്ത്, നല്ല അർജൻറ്റീനയും ആരാധകർ അവിടെ
അങ്ങനെ ചായ കുടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സമയം കൊണ്ട് പറയാം 9:30 മണിയായി. പിന്നെ വേറെ സംഭവം, അർജൻറ്റീന ആരാധകർക്ക് ആവേശം. നിങ്ങൾ പിന്നെയും ജയിച്ചു. ഏതായാലും എന്താ പറയുക, നമ്മൾ ചായയൊക്കെ കഴിഞ്ഞ് പോരെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. അത് ദിവസം കഴിഞ്ഞല്ല റബ്ബേ. പെണ്ണിനോട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. പനി ഇങ്ങനെ ഈ മഴക്കാലമായ ഇങ്ങനെ പനിയാണ്. ഓരോ തലവേദന, ജലദോഷം, പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോര് കുഞ്ഞോളെ പോരെ ക്ഷേമം പോര് ഇറങ്ങേ. അമ്മ പൈസ കൊടുത്തിക്കണം, അത് ഒരുക്കണം. കാണുന്നുണ്ടാവല്ലോ ആ ചളിയും പൊടിയാണോ. അമ്മ പൈസ കൊടുത്തിക്കണം, 10 രൂപ കുറ്റിയിലിടാം, ഉണ്ടാക്കും. പോര്. പിന്നെ എടുത്തതിൻ്റെ പൈസ എടുത്തു പോക്കറ്റിലുണ്ടോ? ആ പൈസ പോക്കറ്റിലുണ്ട്. അങ്ങനെ നമ്മളെ സ്വന്തം മേലാട്ടിൽ എത്തിട്ടാ. അങ്ങനെ നമ്മളെ സ്വന്തം പാർക്കിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊന്നും കാണാനല്ല. ഞായറാഴ്ച പൊതുവെ എല്ലാവരും വരൂല. നമുക്ക് ഏതായാലും ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. പെണ്ണിനോട്ടെ പോയി നോക്കണം. പനി എന്താ കൂടുന്ന മുന്നേ ഒന്ന് പോയാൽ. പിന്നെ കണക്കേ നമ്മുടെ സ്വന്തം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചന്തപ്പടി. മെയിൻ ഡോക്ടർമാരൊന്നും ഞായറാഴ്ച അല്ലേ, വലിയ തിരക്കും ബളഹമൊന്നും കാണാനല്ല. ഇനി അവിടെ ടോക്ക് എടുക്കാൻ എന്താ അവസ്ഥ എന്നാവും. നടന്നെടുത്ത് സിയമോനും സ്മോനൊക്കെ കിട്ടിയോ? ടോക്കൺ കിട്ടിയോ? ഫാത്തിമ നൂറ. കുട്ടികൾക്ക് പൊതുവെ ടോക്കൺ വേണ്ട, അല്ലെങ്കിൽ 10 രൂപ. ജൂലൈ 1 മുതൽ 10 രൂപ അയക്കണം. ഇവിടെ ഇരുന്നോ? കുറച്ചൊക്കെ തിരക്ക്, വലിയൊരു തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ തിരക്കുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ മേളട്ടോ. ഇവിടെ ഇരുന്നോ? അതൊരു കുട്ടിനെ കുടിച്ച് ഇങ്ങനെ നിൽക്കണം. പിന്നെ നീച്ചോ നീച്ചോ അച്ഛോ, എന്നെ ചൂടുണ്ടടി, ചെറിയ ചൂടുള്ളൂ, എന്നാലും നടക്കേ. ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങി ഇങ്ങനെ പോരില്ല. ഇനിയിപ്പോൾ ഒരു മരുന്ന് നമുക്ക് ഡോക്ടറെത്തില്ല. ഇപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഏതെങ്കിലും വാങ്ങണം. മരുന്നിൻ്റെ ചീട്ടൊക്കെ പെണ്ണ് കീറിയതാ. ഇതിൻ്റെ 2ാമത്തെ തീയതി മരുന്നുണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും? പുറത്തുനിന്ന് വാങ്ങണം എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഈ മരുന്ന് നോക്കി, ഫസ്റ്റത്തെ കിട്ടിയാണ്. മറ്റേത് നോക്കി, പല ജാതി സിറപ്പ് വരലുണ്ട്. അപ്പം ഇങ്ങനെ പെൻഷനോട് അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ട് എന്താ ചെയ്യണേ? കുട്ടികൾക്ക് പനിയായ ഞമ്മക്കൊരു ഇടങ്ങാറാ. മാറൂലേ? പിന്നെ അതെത്രയാ? ഒരു തുള്ളി വെച്ചിട്ട് ഒരു നേരം? ഓക്കെ. ക്യാഷ് എത്രയാ? 40 അല്ലേ? എന്നാ പിടിക്കുക, ഈ പെണ്ണിന് കൊടുക്കുക. പനിക്കൂടെ പോട്ടെ. ഈ മേലാലി ബൈക്ക് വരാൻ പാടില്ല പനി. അപ്പം ഞങ്ങൾക്ക് ഇനി ലേശം മീൻ വാങ്ങണം. നേരെ പെരിയ പോകണം. 10:45. ഇനി കുറച്ച് നേരം ഉച്ചവരയിൽ ഓടണം, അല്ലെങ്കിൽ സീൻ ആകെ പ്രശ്നമാവും. മാസം ഇപ്പം ഇങ്ങനെ നടക്കുവേ, ഇപ്പം ഇങ്ങനെ അന്തപ്പെട്ട് നടക്കും. മാസം അടവറക്കാൻ നേരത്ത് തിരുമറിയേണ്ടത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നീ ഒന്നുമില്ലല്ലോ, വാങ്ങാനൊന്നുമില്ലല്ലോ നിങ്ങളെ? നീ എന്തെങ്കിലും വാങ്ങല്ലേ? നീ ഇന്നലെ വാങ്ങിയില്ല, അത് കഴിഞ്ഞിക്കണോ? അല്ല, അയില വാങ്ങിയില്ലേ? മിഞ്ഞാന്നാണല്ലേ? ഏതായാലും നമ്മൾ സ്ഥിരമായിട്ട് മീൻ വാങ്ങണ നമ്മുടെ സ്വന്തം മീൻ കട. ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായിട്ട് മീൻ വാങ്ങണത്. അയിലെന്തായാലും വേണ്ടല്ലോ, മനസ്സിലാ? നമുക്ക് എന്തല്ലേ കഷ്ണം അയില കൊണ്ടുപോയി ഇടങ്ങാറായിക്കണം. മത്തി വേണ്ട, അയിലും വേണ്ട. മത്തി അയിലും കൊണ്ടുപോയി ഇടങ്ങാറായിക്കണം എന്ന് പറഞ്ഞു. പിന്നെ മിഞ്ഞാന്ന് നമ്മളാ പള്ളിയേക്ക് മീൻ കൊണ്ടുപോയില്ലേ, അത് ഞാൻ തന്നിട്ടില്ല? ഇല്ല, എന്നെ സംഭവം. പിന്നെ ആ കണ്ണന് എന്തായാലും ചെറിയ കണ്ണന് രസമുണ്ടാവില്ലേ? ചെറുത് ഇന്ന് കണ്ണനായിക്കോട്ടെ, വളരെ കുറച്ച് കണ്ണൻ, ചെറിയ കണ്ണൻ. ലൈറ്റ് മിന്നുണ്ടോ?
അതിലെന്തല്ല അത് രസം കണ്ണതാണല്ലോ എന്താ നോക്കുക. വിരുന്നൊക്കെ കഴിഞ്ഞ് വരുന്ന വരവാ. ഇപ്പൊ സൺഡേ പരിപാടി ഇന്നില്ല. ആ ഞങ്ങള് കുഞ്ഞോളെ വരുന്നേ വൈഫിന്ന് ബന്ധുപാട്ടിന് വരുന്ന വരവാ. 1 കിലോ വേണ്ട കേട്ടോ, ഒരു 100 റുപ്യക്ക് മതി. അതാകുമ്പോ വലിയ കുഴപ്പമില്ലാതെ എടയാറ്റൂര് നേരാക്കിയാല് ഹൈറും ബർക്കത്തും ഉണ്ടാവും. ആ അല്ല അവിടെ നമ്മളെ എടയാറ്റൂര് നമ്മളെ മദ്രസമ്പാടി ഇല്ല, നമ്മളെ KK പാണ്ടിക്കടന്ന് കയറിയിട്ട് അവിടെ. ഇതാണ് നമ്മളെ സ്വന്തം, ഞാൻ ഡെയിലി മീൻ വാങ്ങണ കട. നമ്മളെ അദ്ദുക്ക നമ്മളെ സ്വന്തം കാക്കു. ശരിയപ്പാ 300 കിട്ടണ. ഓക്കെ ബൈ. അങ്ങനെ മീനുമായി ഇന്നത്തെ ദിവസം. ചോറ് കഴിച്ചാലേ വകുപ്പായി. എന്നാ പിടിച്ചോ. ഫോണിലാണെങ്കിൽ 1% ചാർജുള്ളൂ, ഏത് നിമിഷം ഓഫ് ആവും. നേരെ പെരി പോട്ടെ, കുറച്ച് നേരം ഓടണം. അങ്ങാടിയിലൊക്കെ അത്യാവശ്യം ഇതാണ് നമ്മളെ പാർക്ക് പറഞ്ഞാണ്, നമ്മുടെ അപ്പുറത്ത് തന്നെയാണ്. അത്യാവശ്യം തിരക്കൊക്കെ കാണണ്ട അങ്ങാടിയിൽ. ചിലപ്പോൾ ഓട്ടം കിട്ടിയാലോ. പെരിന്ന് ഇന്നലെ പോയതാണ്. എന്നാൽ വേറങ്ങി നേരം 11 മണി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഓടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ എന്നെയും എൻ്റെ ഫാമിലിയെയും പരിചയപ്പെടുത്തുക പറയുമ്പോൾ സിമ്പിളായിട്ട് പരിചയപ്പെടുത്തുക. ഞാൻ മറ്റെങ്ങനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കുഞ്ഞിപ്പാത്തുമ്മയാണ്. കുഞ്ഞിപ്പാത്തുമ്മക്ക് ഏകദേശം 11 മാസം ആയിട്ടുണ്ട്. 2 ഗഡാഗഡിയന്മാർക്ക് ശേഷം എനിക്കൊരു കുഞ്ഞിപ്പാത്തുമ്മനെ കിട്ടിയതാണ്. ഇത് സുഫിയാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സുഫിയാൻ, മിസ്റ്റർ സുഫിയാൻ. പോട്ടെ, ഇത് ഏത് ബാഗ്? വലിയ ബാഗ്. ഇതാരതാ? ഇത് സിയാൻ, മുഹമ്മദ് സിയാൻ. പൈസ അതുകൊണ്ട് അമ്മ കൊടുത്താ പൈസ. എന്നാ ഇത് മുഹമ്മദ് സിയാൻ ഇക്കൊല്ലം LKGക്ക് ചേർത്താണ്. ആൾ വാലാടിക്ക് പോകാൻ നല്ല നൊലോളിയും കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ ഓക്കെയാണ് അല്ലേ? ഇപ്പോൾ ഓക്കെ അല്ലേ? ഇത് എത്ര വരെ എണ്ണും? ഇംഗ്ലീഷിൽ 1 2 3 എണ്ണിക്കാം. എന്നാൽ 10 വരെ എണ്ണിക്കാം. 1 2 3 എണ്ണ ഇപ്പം 20 റുപ്യ എണ്ണ. ദീക നോക്ക്. 7 9 7. പിന്നെ ഇത് പ്രിയപ്പെട്ട കുഞ്ഞോളാണ്. കുഞ്ഞോള് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിക്കണ്. ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ ഇതുവരെ ഓക്കെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഓക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഫാമിലികൾ എനിക്ക് ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ അറിയുള്ളൂ കേട്ടോ. അല്ലാതെ സംഭവം ഒരു വലിയ പ്രൊഫഷണലായിട്ടൊന്നും അറിയില്ല. എൻ്റെ കുഞ്ഞു ഫാമിലി, അതായത് ഞാൻ 6-7 വർഷം 2016 തോന്നുന്നു കറക്റ്റ് കല്യാണം കഴിഞ്ഞ് വലിയൊരു കഥയാണ്. അതൊക്കെ ഞാൻ പിന്നൊരു വീഡിയോയിൽ ഭയങ്കര രസമായിട്ട് പറയല്ലേ, നല്ലത് എല്ലാം വെളിപ്പെടുത്തണ്ടല്ലോ. 2016 കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 6-7 വർഷം ഗൾഫിലൊക്കെ നിന്ന് വീട് വെച്ച് കുഴി നിന്നിട്ട് ഏകദേശം എൻ്റെ അഭിപ്രായത്തിലൊരു 1.5 വർഷമാണുള്ളൂ. പക്ഷേ അത് സ്വന്തമായിട്ടില്ല. എപ്പോഴും ഇതിന്മേൽ ലോണുണ്ട്. വേറെ ആളെ നിന്ന് സ്ഥലവും പേര് ഒന്നായിട്ട് വാങ്ങിയതൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാനുള്ളൂ. മൊത്തമായിട്ട് വിശദവിവരങ്ങളായിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ വേറെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു വ്ളോഗ് പോലെയല്ലേ, മൊത്തം എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഫാമിലി മുഖമായിട്ട്. അപ്പോൾ ഈ വീട് ഞാൻ എന്താ പറയുക, നമ്മളെ സ്വന്തമായിട്ടില്ല. ഏകദേശം 7 സെൻറ്റിൽ നമ്മൾ ഒരു 900 സംതിങ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടില്ല. അതായത് ലോണുണ്ട്, ആൾക്ക് 1 വർഷത്തെ ഗ്യാപ്പിൽ കുറച്ച് പൈസ കൊടുക്കാണ്ട്, അതൊക്കെ ആയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ആ ഒരു വിലയൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ഇങ്ങനെ ശരിക്കും എനിക്ക് തിരിച്ച് പ്രവാസിയാവായിരുന്നു വീണ്ടും. ഞാനിങ്ങനെ ഇല്ലത് കൊണ്ട് ഇങ്ങനെ നാട്ടിൽ കുട്ടികളൊപ്പം ജീവിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ബ്ലോഗിങ്ങും സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ ഒരു വഴിക്ക് ഇങ്ങനെ നീങ്ങി വെക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. നാളെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്ന് അൽഹംദുലില്ലാ ഇതുവരെ ഓക്കെയാണ്. കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ മാത്രം ഓടിയാൽ സത്യം പറഞ്ഞാൽ നമ്മളെ പരിപാടിയൊന്നും നടക്കില്ല. ഓട്ടോറിക്ഷ ഓടുക, കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ് എന്ന് വെച്ചാൽ സൈഡ് ബിസിനസ്സൊന്നുമില്ല. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും ഇതിലൊക്കെ വീഡിയോസ് ഇടും. വരുമാന മാർഗ്ഗം എന്നുള്ള നിലയിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും കിട്ടിയിട്ട് പണക്കാരനാവാന്ന് എഴുതിയിട്ട് അതൊന്നുമല്ല. ഇതെനിക്ക് തുടക്കം മുതൽ എൻ്റെ ഇഷ്ടമുള്ളൊരു സംഭവമായതുകൊണ്ട് ഞാനിങ്ങനെ ഇതിലിങ്ങനെ പോവാണ്. ബാക്കിയൊക്കെ തവക്കൽത്ത് വരല്ല. അപ്പോൾ ഏതായാലും കുളിച്ച് മാറ്റി ഒന്നുകൂടെ എന്ന് പറയണത് ഓടാൻ പോകണം. ഒരു 1-2 മണി വരെയൊക്കെ ഓടിയിട്ടില്ലെങ്കിൽ ശരിക്കും അടവിന് ഞാൻ ഒരു 200 റുപ്യ എടുത്തേക്കലുണ്ട്. ഡെയിലി എടുത്തേക്കും ഞാൻ.
അപ്പോൾ അതെടുത്തെങ്കിലും നിർബന്ധം. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നേരം പോലെ തന്നെ ഓടാനും പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ നമ്മൾ തലയിൽ ഇങ്ങനെ വേണം എപ്പോഴും, എന്നാലും നമ്മൾ കാര്യങ്ങൾ സെറ്റപ്പായിട്ട് മൊത്തത്തിൽ സെറ്റപ്പ് ആവുള്ളൂ. കഴിഞ്ഞോ? പൊടി പോലും ബാക്കില്ല. പക്ഷെ എന്താണ് മാൻ, നിങ്ങളാ ക്ലാസ് വെള്ളം കുടിച്ചാൽ മതിയോ? ഞാനേ പോവാണ്, കുറച്ചറിയിലും കുറച്ച് പോയി ഓടട്ടെ. സുബന വായിലടച്ചാ നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ചെറിയൊരു മഴ ഇങ്ങനെ പെജ്ജൂലേ എന്നിങ്ങനെ നിൽക്കുന്നുണ്ട്, ചെറുതായിട്ട് തുള്ളിയിട്ടുണ്ട്. ഏതായാലും പിന്നെ നമ്മൾ ഈ കാക്കി കുറേ ആൾക്കാർ മെസ്സേജ് അയക്കല, എനിക്കൊരു കാക്കിയുള്ളൂ, എൻ്റെ കാക്കൊന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ പറയാണ്ട്. അതായത് എനിക്ക് 2 കാക്കുണ്ട്, പക്ഷേ ഈ കാക്കി കാണും ഭയങ്കര തൃപ്തി. ഇത് ഞാൻ ഡെയിലി തിരുമ്പും, ഡെയിലി വൈകുന്നേരം വന്ന് തിരുമ്പിയിട്ടാണല്ലേ. ഏതായാലും 11:30 മണിയായി. നമ്മൾ ഒരു 2 മണിവരെയും ഓടണം. നമ്മളവിടെ ഓടിച്ചോടിച്ച് കല്യാണമൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഓട്ടൊക്കെ കിട്ടിയാലോ. എന്നാ ചെടിക്ക് വെള്ളം പാരെടുത്തിട്ട് കേട്ടോ. ചെങ്ങന്മാർ രണ്ടാളും നല്ല കളിയില്ല. ശരി കേട്ടോ, ടാറ്റ. വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. ഓല് ചെങ്ങായിയാണ് അപ്പുറത്തെ അയൽവക്കത്തെ സാനു. ഇതുപോലെ LKG UKG ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓല് നല്ല കളിയിലാണ്. മഴ പെജ്ജെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടിൻ്റെ കർട്ടൻ എടുത്തിട്ടില്ലേ. പിന്നെ നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞല്ലാണ്. നമ്മളെ നാട്, അതായത് മനോഹരമായിട്ടുള്ള നമ്മളെ ഈ നാട്, അതായത് കാട്ടുചിറ എന്ന് പറയും. മേലാറ്റൂർ വന്നിട്ട് കാട്ടുചിറ എന്ന് പറഞ്ഞ സ്ഥലം ചോദിച്ചാൽ ആരും പറഞ്ഞുതരും. കാരണം ഇവിടെ ഒരു അമ്പംകുന്ന് ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ കൊടിമരം നേർച്ച അങ്ങനെ സംഭവമൊക്കെ നടക്കലുണ്ട്. നമ്മളിങ്ങോട്ട് വീട് മാറിയിട്ട് ഏകദേശം 1 വർഷമായിട്ടുള്ളൂ. ചില്ലറല്ല, എന്താണ് ഒരു 20 രൂപ ചില്ലറുണ്ട് നിങ്ങളെ. ചില്ലറില്ലാത്തോണ്ടാ എപ്പോൾ വരിക. ശരി, ബിസ്മില്ലാ. അങ്ങനെ 20 രൂപ യാദർശികമായിട്ട് ഞാൻ ആ സംസാരിക്കണില്ല, നമ്മളോല് വിളിച്ചതാണ്. അപ്പം ഇനി 20 വേണം തുടങ്ങാൻ. ഏകദേശം 11:45. നേരത്തെ പറഞ്ഞത് നമ്മൾ എന്താ കംപ്ലീറ്റ് ചെയ്തത്? കാട്ടിച്ചുര നമ്മളെ സ്വന്തം വീടുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മളെ സ്വന്തം നാട് എന്ന് പറയുന്നത് മേലാറ്റൂരിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അതിന് മുന്നേ ചോലക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അപ്പം എൻ്റെ നാട് മൊത്തത്തിൽ കൺഫ്യൂഷനായി. അതായത് ഇപ്പം ഞാനൊരു വർഷമായിട്ട് വീട് വെച്ച് താമസിക്കുന്നത് നമ്മളെ കാട്ടിച്ചുറ, ഇടയാറ്റൂർ. മേലാറ്റൂർ വന്നിട്ട് കാട്ടിച്ചുറ എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവർക്കും അറിയും. അതുപോലെ തന്നെ മേലാറ്റൂർ നമ്മളെ നാട് ചോലക്കുളം, അവിടെയായിരുന്നു നമ്മളെ തറവാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പോകുന്നല്ലോ വീടൊക്കെ വെച്ചാണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും നമ്മൾ ഓട്ടം തുടങ്ങി. നമ്മൾ താഴെ പാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേലെ പാർക്കിൽ പൊതുവേ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇടലില്ല. അങ്ങനെ നമ്മളെ സ്വന്തം താഴെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. മേലാറ്റൂർ ഇവിടെ റെയിൽവേൻ്റെ ഈ ഓട്ടോ പാർക്കിൽ ഞാൻ ഉണ്ടാവും നേരം വെളുത്ത് വൈകുന്നേരം ആവോളം. മേലാറ്റൂർ 60 ആരെ പോണോക്കി നമ്മുടെ മേലാറ്റൂർ താത്ത. അപ്പോൾ നേരം വെളുത്ത് വൈകുന്നേരം ആവോളം നമ്മളിവിടെ ഉണ്ടാവും റെയിൽവേൻ്റെ അടുത്ത്, അല്ല നമ്മളെ സ്വന്തം താഴെ പാർക്കിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കല്യാണമൊക്കെ ആയിട്ട് അത്യാവശ്യം ഒന്ന് ആളുകളൊക്കെ ഉള്ളൊരു ദിവസം തോന്നുന്നുണ്ട്. നമ്മളെ മേലാറ്റൂർ താത്ത നിങ്ങൾ റീൽസിലൊക്കെ കാണില്ലേ, കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മേലാറ്റൂരാണ് എൻ്റെ ഗ്രാമം. അമ്പത്തേര് കല്യാണം കഴിഞ്ഞ് വരിക തോന്നുന്നുണ്ട്. പൊതുവെ വണ്ടിക്കാരൊക്കെ ഒന്ന് ഓട്ടമുണ്ടായിട്ട് തോന്നുന്നു. ആരും കാണാനല്ല, ഇനി ചോരച്ച പോയതാണോ. ശരി, ഓക്കെ. അപ്പോൾ വീണ്ടും ഒരു 50 രൂപ. ഓട്ടം ഉണ്ടെങ്കിലും ഓട്ടം ഇല്ലാതെ പറയുള്ളൂ. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മളെ സ്വന്തം ആളെയൊക്കെയാണോ. അങ്ങനെ വീണ്ടും നമ്മൾ പാർക്കിൽ. വണ്ടിയാൾ പൊതുവെ കമ്മിയാണ്. ഓട്ടം ഉണ്ടായിട്ട് എല്ലാവരും എഴുതി പോയതാണോ, ഇനിയിപ്പോൾ ഞായറാഴ്ച ആയിട്ട് ആരും ഇല്ലാത്തതാണോ ഒന്നും അറിയില്ല. ഓ ശരി, ഇതാണ് പൂക്കുന്ന് പറഞ്ഞ സ്ഥലം. പൂക്കുന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പൂക്കുന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നല്ല ക്ലബ്ബൊക്കെ ഉണ്ട്. വൈകുന്നേരം ഫുൾ ടീം ഉണ്ടാവും ഇവിടെ. മേലാറ്റൂർ റോയൽ ഫ്രണ്ട്സ് ക്ലബ്ബാണ്. സമയം 12:30. ഇനിയിപ്പോൾ MB സ്റ്റോറിലാണ് നമ്മൾ. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, എനിക്കല്ല നമ്മളെ പുതിയ കസ്റ്റമർക്ക്. സാധനമൊക്കെ വാങ്ങി നമ്മളെന്ത് ചെയ്യും, പുളിയൊക്കെ പുളി. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് പുളി സെയിൽസ് ആയിരുന്നു. ചുവന്നുളക് ചാക്ക് കണക്കിനാണ്.
ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരു സാധനം, ഒരു ലോഡ് വാങ്ങട്ടെ. നമ്മളെ മേലാട്ടിലല്ലേ, നമ്മളെ MB സ്റ്റോറാണ്. MB സ്റ്റോർ. വീഡിയോ കച്ചവട പരിപാടി ഉണ്ടോ? കട കച്ചവടം കട ഉണ്ടല്ലേ? ഞാനതാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ കണ്ടപ്പോൾ എന്തോ കുറേ വാങ്ങുന്നുണ്ടാവും ചോദിച്ചത്. സാധനം ഞാൻ ഇറക്കിത്തരാം. തന്നെ ഇനിയിപ്പോൾ 4 മണിക്കൊക്കെ നിങ്ങൾ തുറക്കല്ലേ? പീടിക്കുള്ള സാധനങ്ങളാണ് അപ്പോൾ അത്. പാല് ഇന്നിപ്പോൾ ചായ പരിപാടി ഉണ്ടാവില്ലേ? ചായ പരിപാടി. ചേച്ചിൻ്റെ ചെറിയ കട. ഇനി 4 മണിക്ക് തുറക്കുള്ളൂ അല്ലേ? ആള് സ്ഥിരം വരുന്ന ആൾക്കാരല്ലേ അല്ലേ? ചെറിയൊരു ഉള്ളേരി എടപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ പൊതിച്ചു തരണോ? ഞാൻ പൊതിച്ചു തരാം. തട്ടേണ്ടി വരും അല്ലേ? ആയിക്കോട്ടെ. ഇവിടേക്ക് എന്താ എടപ്പറ്റ കറക്റ്റ്? രാമന്തുരുത്തി. ചേച്ചിക്ക് ഇത് നിറക്കി കൊടുക്കട്ടെ. ചാക്ക് സീനാണ്. 5 കിലോ പഞ്ചാര ഇവിടെ വെച്ചാൽ മതിയല്ലേ? നിങ്ങൾക്ക് എടുത്തൊക്കെ വയ്ക്കോ? ഇവിടെ കേട്ടല്ലേ? ശരി. അപ്പം ഈ 110 നിൽക്കാല്ലേ? ശരി. അപ്പം ഞാൻ പോട്ടെന്നാ. ശരി. ആയിക്കോട്ടെ ശരി. അപ്പം അങ്ങനെ വീണ്ടും ഒരു 110. ചില ഓട്ടങ്ങൾ ഇങ്ങനെയാണ്. കുറേ നേരമൊക്കെ പോവുകയൊക്കെ ചെയ്യും. സാധനം കയറ്റി വണ്ടിയൊക്കെ ആകെ അരപ്പാണ്. വണ്ടീൻ്റെ കൂട്ടം പറയാതിരിക്കാൻ നല്ലത്. മഴ പെയ്തിട്ട് ഞാൻ വണ്ടീൻ്റെ മേറ്റൊക്കെ എടുത്തേച്ചിക്ക. മഴക്കാലം കഴിയട്ടെ, അല്ലെങ്കിൽ വണ്ടി ആകെ അരപ്പാവും. ഈ വെള്ളം ഇങ്ങനെ അടിഞ്ഞ് കിടന്നിട്ടേ. അപ്പോൾ 1:30 മണിയൊക്കെയാണ്. 2 മണി വരെ ഓടും. പൈച്ചിട്ട് നിൽക്കാൻ പറ്റാ. എടപ്പറ്റ ഗ്രാമപഞ്ചായത്താണ്. രാമൻതുരുത്തി എന്ന് അങ്ങോട്ട് പറയാം. എനിക്ക് ചിലൊക്കെ അറിയുന്നു. ഇപ്പോൾ ഗൾഫിക്ക് പോയതിന് ശേഷം ഞാൻ ഇവിടേക്ക് കുറേ ആയി വന്നിട്ട്. അപ്പം അങ്ങനെ വണ്ടി ഞാൻ ഭയങ്കര പാട്ടുകാരനായിരുന്നു. മദർസ ദഫിനും ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പാട്ടൊക്കെ പാടുമ്പോൾ ഇങ്ങോട്ട് രാമൻതുരുത്തിയൊക്കെ ഞാൻ പാട്ട് പാടാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം അതാണല്ല സത്യം. ഏതായാലും ഇപ്പോഴത്തെ ഓട്ടോ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓട്ടം ഉണ്ടെങ്കിൽ, അതായത് അത്യാവശ്യം ഓട്ടം കിട്ടിയാൽ പെട്ടെന്ന് പൈസ ആവും. പണ്ട് അങ്ങനെയില്ല. പണ്ട് 20, 30, 25 എന്നൊക്കെ പറഞ്ഞ അങ്ങനെ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഓടി. നമുക്കൊരു ഏകദേശം ഒരു 470 റുപ്യ 480 റുപ്യോളം നമ്മൾ ഓടി. ചില ദിവസം 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ 70 റുപ്യ കിട്ടിയ ദിവസങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അസറിൻ്റെ ഫുട്ബോൾ കളിക്കാരാണ് പോണേ. കല്യാണത്തിരക്കൊക്കെ അവസാനിച്ചു വന്നു. ആള് മനസ്സിനൊക്കെ ബളഹൊക്കെ ഒഴിഞ്ഞിരിക്കണേ. 1:15 ഏതായാലും കുറച്ച് നേരം കൂടെ ഒക്കെയാണ് മുട്ടി തിരിഞ്ഞിരുന്നിങ്ങനെ പെരേക്ക് പോകണം. പൈപ്പുണ്ട്, വിശക്കുന്നുണ്ട്. ഇന്ന് അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. അന്നേരം ഞാനൊക്കെ നല്ല മഴയായിരുന്നു. മോനെ കല്യാണം ഉണ്ടായില്ലേ? കഴിഞ്ഞ് വരിക. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കുക, പെരയിൽ പോവാം. എന്നിട്ട് ഉമ്മാനത്തൊന്നും പോകണം. ഉമ്മാനത്ത് കുറേ ദിവസമായി പോയിട്ട്. തറവാട്ടിലേ ഉമ്മാനത്ത് പോയി. ഇന്ന് വൈകുന്നേരം ഉമ്മാനത്തൊന്ന് പോകണം. തറവാട്ടിൽ ആരുമില്ല. കാരണം പോലെ വൈഫും കുട്ടികളൊക്കെ വിരുന്ന് വയ്ക്കണം. അപ്പം ഉമ്മാനത്ത് അനിയനും മാത്രമേ ഉള്ളൂ. ഉമ്മാനത്ത് പോയി ഇങ്ങനെ അസർക്ക് സൺഡേ കമ്പനി അങ്ങനെ സമയം 2:20 12 ലോക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ. ശുക്രിയ ജാ. അങ്ങനെ ഏകദേശം ഒരു 2-3 മണിക്കൂറിൻ്റെ ഓട്ടം. നമ്മൾ നേരെ പെരയിൽ പോവാണ്. ഒരു 500-520 റുപ്യേൻ്റെ അടുത്ത് നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല. ചില ദിവസം അങ്ങനെയാണ്. ഞായറാഴ്ച പൊതുവെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങിയപ്പോൾ തന്നെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി പെരയിൽ പോയി ചോറ് കഴിക്കണം. ബുള്ളറ്റ് കേൾക്കിയോ? അവർ രണ്ടാളും കൂടെ കൂടി ബുള്ളറ്റ് കേൾക്കിയെന്ന് പറയണത്. ബുള്ളറ്റ് എന്ന് പറയാൻ വേണ്ടിക്ക്. അപ്പം നമ്മൾ ഏകദേശം ഒരു 2:30 ആയപ്പത്തിന് ഓട്ടൊക്കെ നിർത്തി പെരയിലെത്തി. ബുള്ളറ്റ് കേൾക്കിയോ? ഇമ്മീ ഇപ്പച്ചിൻ്റെ ബുള്ളറ്റൊക്കെ കേൾക്കുകയാണ് കുട്ടികൾ. നല്ല കുട്ടികളാ.
അത് ഈ എണ്ണം വെച്ച് കൊണ്ട് കൊടുത്താൽ. അപ്പോൾ ഏകദേശം എന്താ പറയുക, നമ്മളെ ഇന്നത്തെ ഓട്ടം അവസാനിപ്പിച്ച് ഇനി ഏതായാലും ചോറൊക്കെ വെച്ച് അസർക്ക് ഉമ്മാനത്തേക്ക് ഇറങ്ങും. കുറേ ദിവസമായി ഉമ്മാനത്തേക്ക് പോയിട്ട് ഇന്നെന്തായാലും ഒന്ന് പോകണം. ആ വണ്ടിൻ്റെ കോളെന്ന് പറഞ്ഞ ജമ്മി ഞാൻ എങ്ങനെ നോക്കിയാലും വണ്ടി അറിയാം. ഈ മഴക്കാലം പൊതുവെ കെട്ടിയിട്ടും കാര്യമില്ല. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് നേരമില്ല. മാമന്നോ മാമ തിന്നോ? കുളിച്ചോ? ഞങ്ങൾ ചോറുമ്പേ ഹനാൻഷാൻ്റെ വ്ളോഗാ. ഇവിടെ ഹനാൻഷാൻ്റെ വ്ളോഗ് കണ്ടിരിക്കണം. നിങ്ങളെ ചോറാകുമ്പോ പഴിച്ചിട്ട്. ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ എന്നത്തെയും പോലെ പയറുപ്പേരുണ്ട്, പിന്നെ മീൻ പൊരിച്ചല്ല. ചോറ് ഞാൻ തിന്നൂല, അങ്ങനെ പ്രശ്നമുണ്ട്. എനിക്ക് പയറുപ്പേര് ഭയങ്കര ഇഷ്ടം. പൊന്നോ ഒരു പെണ്ണിൻ്റെ ഇങ്ങനെ നീറ്റ് പനിക്കണം. മഞ്ഞ കുറിച്ച് പനിയൊക്കെ കുറേ ഭേദമുണ്ട്. ഭേദം കറി സ്പെഷ്യൽ എന്താന്നോ, ചക്കക്കുരു. ചക്കക്കുരാണെന്ന്. കുഞ്ഞോൾ വാജി വയ്ക്കണല്ലേ? സുഫ്മോന് സേമോനെ കഴിച്ചോ? 2 ആൾ തിന്നോ? ആഹാ, കണ്ണനാണ് കണ്ണൻ മീൻ. എന്നോട് പറയാ പഴിച്ചിട്ട് നിൽക്കാൻ പറ്റാ. പിന്നെ കണ്ടു സിമൻ കുറച്ചു നേരം പോയി ഉറങ്ങിയേക്കാ. ചങ്ങയ്യ ഒന്ന് പോയി ഉറങ്ങിയാ കുറച്ചു നേരം. അങ്ങനെ 4-4:30 മണിയായി. ഞങ്ങൾ നേരെ ഉമ്മാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എളുപ്പം നടക്കി. ഏതായാലും കാര്യമായിട്ട് മഴക്ക് ആക്കം ഇന്നലെ മുതലുണ്ട്. മഴ ഇറങ്ങണ്ടേ. സീറ്റ് ഇവിടെ പാറ ഇവിടെ അങ്ങനെ അടിക്ക് വെക്കണം. വണ്ടി ഏതായാലും 2 ആളെന്ന് നല്ല അടിപൊളിയായി കെക്കി തന്നിക്കണം. മുന്നേ പാറോ ഇവിടെ എവിടെ ഇപ്പം എങ്ങനെ വെച്ചിന് ഞാൻ. കുഞ്ഞാൾ കയറി പോ. 5 മണിയായി. 4:52 നമ്മളെ ചോല കൊന്നിട്ട്. ഞാൻ ജനിച്ചു വളർന്ന് കളിച്ചു വളർന്ന് നമ്മളെ സ്വന്തം നാടാണ്. ടീംസ് മൊത്തം ഇവിടെയാണ്, പക്ഷെ അവിടെ ഇവിടെയൊക്കെയാണ്. അങ്ങനെ മരുത് തറവാട്ടിലെത്തി. ഞാൻ പറഞ്ഞില്ലേ 4:53. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്. പിന്നെ കഞ്ചോ മരുന്ന് വണ്ടിക്ക് ഒരു കല്ലൊക്കെ ഇട്ട്, അല്ലെങ്കിൽ എങ്ങാനും പുറത്തേക്ക് പോയാലോ ചിലപ്പോൾ തോന്നല. ചെറിയ ഇസ്കാൽ കന്നാസാണ് ഞാൻ കല്ല് വെക്കും. അതിങ്ങനെ ഇട്ട് പോയാലേ വണ്ടി സംഭവം പ്രശ്നമൊന്നും ഉണ്ടാവില്ല തോന്നണ്. പക്ഷെ ഞാൻ ആദ്യം മുതലേ ഒരു കല്ലിങ്ങനെ വെക്കും. ഞാൻ ഒരു വട്ടം ചേർന്ന് ഉരുണ്ട് പോയി വണ്ടി വീടിൻ്റെ അവിടെ. ഇവിടെ കണ്ടോ ഇവിടെ ഒരു നിൽക്കം കണ്ടോ? ഞാൻ കാണുന്നുണ്ടോ? നിൽക്കം കാണുന്നുണ്ടോ? ചെറിയൊരു നിൽക്കുമ്പോഴെങ്ങനെ കണ്ടോ? ചെറിയൊരു നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടോ? അതിന് ചേർന്ന് ഒരു ദിവസം ഉരുണ്ട് പോയി വണ്ടി. ഞാൻ ഒരു വീട്ടിൽ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഓഫാക്കിയിട്ടുണ്ടായില്ലെന്നുള്ളൂ. പക്ഷേ വേക്ക് ഉരുണ്ട് പോയിക്കാണ്ട് നേരെ നിറഞ്ഞ മതിലിനടിച്ച് വെച്ച്. പക്ഷെ വണ്ടിക്ക് ആരും നിൽക്കാൻ തന്നെ ഉള്ളൂ. പക്ഷെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കല്ല് വെക്കണം, എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഇതാണ് ഈച്ചിന. ഇതിൻ്റെ അനിയനാണ്. നമ്മളാള് കുറച്ച് സ്പെഷ്യലാണോ. പുതിയ കുപ്പായ കിട്ടണല്ലോ ചീച്ചിന. എന്താ കഥ? അതെന്താ സ്പെഷ്യൽ? ഇപ്പൊ അവനുള്ളു പൂവടാ. ഞാൻ വായിക്കുന്നു കരുതി. കൊറേ ഉണ്ടല്ലോ. 1/2 കിലോ പൊടിയോട് ഇത്രയൊക്കെ ഉണ്ടാക്കി നിങ്ങള്?
പൂവട സ്പെഷ്യൽ ഇത്രയൊന്നും വേണ്ടിയില്ലല്ലോ. എപ്പം ഉണ്ടാക്കണുള്ളൂല്ലേ, ഞാൻ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം. ഇമ്മാനത്ത് വന്ന് ഇങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവും പൂവട. രാവിലെ ഇങ്ങനെ വരുന്നുണ്ട് പറഞ്ഞാൽ അപ്പോൾ പൂവട ഉണ്ടെങ്കിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അങ്ങനെ പണ്ട് മിഹ്റാജ് ബറാത്തൊക്കെ അങ്ങനത്തെ വരണം അങ്ങനെ പൂവട കിട്ടണമെങ്കിൽ. ചക്കര സംഭവം അറിയില്ലേ പൂവട? നമ്മളെ ചക്കരയും അതുപോലെ തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാക്കാരം. ചക്കരയും അരിപ്പൊടിയൊക്കെ കൂടിയാണ് ഉണ്ടാക്കൂലേ, അതന്നല്ലേ പൂവട. കാര്യമായിട്ട് തിന്നാനേ അറിയുള്ളൂ. ഇനി ഞാൻ എൻ്റെ തറവാടിനെ പറ്റി പറയാം. അതായത് ഈ കാണുന്നതല്ല എൻ്റെ തറവാട്. നമ്മൾ ജനിച്ച് വളർന്ന് വാപ്പ മരണപ്പെട്ട് ഏകദേശം 10 വർഷമായിക്കാണ്. ഈ കാണുന്ന എൻ്റെ തറവാട്. അതായത് ഇതിൻ്റെ ബാക്കിലായിരുന്നു തറവാട്. അതായത് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചുതരാം. തറവാട്ടിൽ കയറുന്ന സ്ഥലം കുറച്ച് ടാസ്ക്കാണ്. ഞാനൊരു പൂവട കൂടി എടുത്തു. അതായത് ഇതായിരുന്നു തറവാട്. ഞാൻ ഫ്രണ്ട് കോട്ടെ. ഇതൊക്കെ ഒരു വലിയ കഥയാണ്. എൻ്റെ കല്യാണം നടന്നതും ഒരുപാട് ഓർമ്മകളൊക്കെ ഉറങ്ങുന്ന എൻ്റെ തറവാട്. അതായത് ഇതാണ് നമ്മളെ ചോലക്കുളങ്ങാട്. ഇവിടെയാണ് നമ്മൾ ജനിച്ചു വളർന്നത്. നമുക്ക് ഹോട്ടലുണ്ട്, ഈ PK ഹോട്ടലുണ്ടോ, അവിടെ പണ്ട് വാപ്പി ഞങ്ങളും ഹോട്ടലെടുത്തേനും. വാപ്പി ഞങ്ങൾ 4 ആൺകുട്ടികളും. ഇതായിരുന്നു എൻ്റെ തറവാട് വീട്. ഇതിപ്പോൾ ഞങ്ങൾ വിറ്റിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസമായിട്ടുള്ളൂ. ഞങ്ങൾ 2 വീടുണ്ടായിരുന്നു ബാക്കിൽ. ഇതൊരു വീട്, അവിടെ ബാക്കിൽ കാണുന്ന വീടുണ്ടല്ലേ, അതൊരു വീടായിരുന്നു. ഈ 2 വീട്ടിലായിട്ട് ഞങ്ങളിങ്ങനെ താമസിച്ച് ഇങ്ങനെ പോകുന്ന ഇടയിൽ പിന്നെ വാപ്പ മരിച്ചിട്ട് ഏകദേശം കുറച്ച് കാലം ഞങ്ങളിങ്ങനെ ജീവിച്ചിങ്ങനെ പോരുമായിരുന്നു. പിന്നെ എന്തിന് ഞാൻ ഗൾഫിലൊക്കെ പോയി വന്ന് അനിയൻ്റെ കല്യാണം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. അപ്പോൾ എന്ത് ചെയ്തു, സ്ഥലം മൊത്തത്തിൽ ഈ വീടും ഇതും ഇപ്പോൾ ഇത് വേറെ ആൾക്കാർ വീടാണ്, അതിലപ്പോൾ താമസിക്കണം. അതെന്തിനു വെച്ചാൽ കാരണൊരു വീട് പണി തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ റെൻറ്റിൽ താമസിക്കണം, വാടകയ്ക്ക് താമസിക്കണം. വീട് പണി വാർപ്പ് കഴിഞ്ഞിരിക്കണ്, അത് കുറച്ച് അകലെയാണ്. അപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഞാനൊക്കെ ഗൾഫിലൊക്കെ ഫസ്റ്റ് ലീവിനൊക്കെ വരുന്നത് ഇവിടുന്ന് ആയിരുന്നു എൻ്റെ കല്യാണം. ഇവിടെ ആയിരുന്നു എൻ്റെ റൂം. ഒരുപാട് ഓർമ്മകൾ, വാപ്പുണ്ടായതിന് ഓർമ്മകളും ഒരുപാട് ഓർമ്മകൾ. ഈ ഇമ്മരത്ത് രാവിലെയൊക്കെ ഇതാണ് ഇവിടെ ഉമ്മറപ്പടി എന്നൊക്കെ പറയും. ഈ തിണ്ട് ഇവിടെ വന്നാണ് രാവിലെ എണീച്ചിരിക്കുക, ഇവിടെ വന്നാണ് ചായ കുടിക്കുക. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ കിടക്കുന്ന തറവാട്. നമ്മളതല്ല 3-4 മാസമായിട്ട് വേറെ ആൾക്ക് വിറ്റു. ശരിക്കും നമ്മൾ ജനിച്ചു വളർന്ന നാട്, ജനിച്ചു വളർന്ന വീട്, ഇതൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ല. ശരിക്കും ഭയങ്കര നഷ്ടബോധം, കുറ്റബോധം, ഓർമ്മകളൊക്കെ വരും. നേരെ മറിച്ച് ഈ വീട് പൊളിച്ചു മാറ്റി ഈ സ്ഥലത്ത് വേറെ എന്തെങ്കിലുമാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ വാടക കൊടുക്കുക, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആളിനെ എടുത്തുക്കുന്നത്. അങ്ങനെയൊക്കെ കഥകളാണ് പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട്, നീട്ടി വലിച്ച്. ശരിക്കും തറവാട് വീട്. അപ്പം എൻ്റെ കുഞ്ഞേ അജോന്നെ ചായ ഉണ്ടോ? നിങ്ങൾ കുറേ ഉണ്ടായിക്കണം. എന്താ ഇത്ര തോനൊക്കെ ഉണ്ടായിക്കണ്? നിങ്ങളൊന്നല്ലേ? താങ്ക് യു. പിന്നെ അങ്ങനെ പൂവടയും ചായയൊക്കെ ആയിട്ട് ഇന്നത്തെ വൈകുന്നേരം ഉമ്മാൻ്റെ അടുത്ത് എന്താ പറയുക. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വന്നിട്ട് എന്തെങ്കിലും വർത്താനം സുഖല്ലേ? ഉമ്മ വിളിച്ചിനോ? ചായ ഏതായാലും ഇപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിങ്ങനെ വിചാരിക്കുകയാണ് വ്ളോഗ് ഇനിയിപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നേരെ ഉമ്മാനത്ത് കുറച്ച് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വൈകുന്നേരം പെരിയിൽ പോകണം. അപ്പോൾ ഏതായാലും നിങ്ങളെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. ഞാൻ മറ്റൊരു വിശേഷങ്ങളും വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ലാസ്റ്റ് വെച്ചിട്ട് കുറച്ച് ലാഗായോ വീഡിയോ? എനിക്ക് തോന്നുന്നു
അത് എന്താ വെച്ചാലേ ഡെയിലി വീഡിയോ ഇട്ട് പോവുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു നല്ല ഫ്ലോയിൽ ഇങ്ങനെ പോവാം. ഒരു ദിവസം വീഡിയോ ചെയ്യാതെ മറ്റൊരു ദിവസത്തെ അല്ലെങ്കിൽ പിന്നെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈബ് കിട്ടണമല്ലോ. ഏതായാലും ഇൻഷാ അല്ലാ, ഏതായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് മറ്റൊരു വിശേഷങ്ങളായി ഞാൻ വീണ്ടും വരാം. ബൈ.